യാത്രകളോടുള്ള അടങ്ങാത്ത മോഹമാണ് തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിച്ചതെന്ന് ചങ്ങലേരി സ്വദേശി അർഷദ് എന്ന ബബ്ലു. ഇതിനോടകം 5 രാജ്യങ്ങളിലും 20 സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തു കഴിഞ്ഞു 20കാരനായ അൻഷദ്. ചങ്ങലേരി കരുണാകുർശി സെയ്ദിന്റെയും ഐഷാബിയുടെ മകൻ അൻഷദ് എന്ന ബബ്ലു 17 വയസ്സിൽ തുടങ്ങിയതാണ് യാത്രയോടുള്ള പ്രണയം. +2 കഴിഞ്ഞ് ഏതെങ്കിലും കോഴ്സിന് ചേരാൻ വീട്ടുകാർ പറഞ്ഞെങ്കിലും യാത്രയായിരുന്നു മനസ്സിൽ. എവറസ്റ്റ് കയറണമെന്ന അടക്കാനാവാത്ത ആഗ്രഹവും ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 5-നാണ് അൻഷദ് ഹിമാലയ യാത്ര തുടങ്ങിയത്. ലോറികളിലും ട്രെയിനിലുമൊക്കെയായിരുന്നു യാത്ര. സെലേരി എന്ന സ്ഥലത്ത് നിന്ന് നടക്കുകയായിരുന്നു. സെലേരിയിൽ നിന്ന് ബേസ് ക്യാമ്പിൽ പോയി തിരിച്ചെത്താൻ 189 കിലോമീറ്ററാണുള്ളത്. 10 ദിവസം കൊണ്ടാണ് ബേസ് ക്യാമ്പിലെത്തിയത്. 3 ദിവസം കൊണ്ട് തിരിച്ചിറങ്ങാനും കഴിഞ്ഞു. രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു. രാത്രി ഭക്ഷണം വാങ്ങുകയായിരുന്നു പതിവ്. പരമാവധി ചിലവ് കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. മുകളിലെത്തിയപ്പോൾ ഓക്സിജൻ ലെവൽ 50% സ്വപ്നയാത്ര കഴിഞ്ഞ മെയ് 30-നാണ് അൻഷദ് തിരിച്ചെത്തിയത്. സെല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഏകദേശം അവിടുന്ന് നടന്ന് തിരിച്ച് അവിടെ തന്നെ എത്താൻ 189 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അത് മൊത്തം നടന്നിട്ടാണ് പോയത്. അവിടുന്ന് സെല്ലേരിയിൽ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് എത്താൻ ഏകദേശം 10 ദിവസം നടന്നു പോകണം. അത് നല്ല രീതിയിൽ എക്സ്പെൻസ് ചെയ്തിരിക്കണം. ഇപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. സ്റ്റൗ ഉണ്ടായിരുന്നു ചെറിയത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി രാത്രിക്കകത്ത് മാത്രം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കും. അതിന് അത്യാവശ്യം ഭയങ്കര എക്സ്പെൻസീവാണ്. അത് കഴിച്ചിട്ട് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് സ്റ്റേ ഫ്രീ കിട്ടും. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് പോയി. ഞാനും വേറെ ഒരുത്തിനോട് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ കുറച്ച് ദിവസം എത്താൻ അവിടെ കുറച്ച് ദിവസം നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഓക്സിജൻ്റെ ലെവൽ 50% ഉള്ളൂ. അപ്പോൾ നരകത്തിൽ ഉറക്കമൊന്നും റെഡിയാവില്ല. പിന്നെ വരുന്ന വഴിക്ക് സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റൊന്നും അടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ -15 ബേസ് ക്യാമ്പിൽ. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. സാധാരണ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ വരലുണ്ട് എല്ലാവർക്കും. അങ്ങനത്തെ ഒന്നും വല്ലാതെ വന്നില്ല. അപ്പോൾ ഉഷാറായിട്ട് ചെയ്തു വന്നു. ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങി 10 ദിവസം കൊണ്ടാണ് അവിടെ എത്തിയത്. തിരിച്ചൊരു 3 ദിവസം കൊണ്ട് ഇറങ്ങി. തിരിച്ചു പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് കുറയുവാണ്, ഇറക്കമായതുകൊണ്ട് മാക്സിമം നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഒരു ദിവസം 8 മണിക്ക് തുടങ്ങി രാത്രി വരെ നടക്കുന്നത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ നമുക്ക് പറ്റില്ല. നമ്മളെക്കൊണ്ട് ബോഡി കൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കയറുന്നതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതുകൊണ്ട് നമുക്കത് പറ്റില്ല. ഏകദേശം 5300 സംതിങ് മീറ്റർ ഉയരത്തിലാണ്. മകൻ ഹിമാലയത്തിൽ പോയി വന്നതിൽ അഭിമാനമുണ്ടെന്ന് പിതാവ് സെയ്ദ് പറഞ്ഞു. തുടർന്ന് പഠിക്കാത്തതിനാൽ യാത്രയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. അത് അച്ചീവ് ചെയ്തതിൽ അഭിമാനമുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം വെച്ചാൽ പഠിക്കാത്തതുകൊണ്ട്. അതിന് പഠിക്കാനാണ് ആദ്യം ചെയ്യണം. ആദ്യം പഠിച്ചതിന് ശേഷം എന്താ ചെയ്തു എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും പഠിക്കാത്തതിലുള്ള വിഷമം അതുകൊണ്ട് അല്ല. അവൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല കോൺഫിഡൻസാണ് അവൻ്റെ എന്ത് കാര്യത്തിനും. പഠനത്തിലുള്ള നീരസം വീട്ടുകാർക്കുണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആദ്യ യാത്ര ലഡാക്കിലേക്കായിരുന്നു. അതൊരു പ്രചോദനവും ആവേശവുമായി. തുടർന്നങ്ങോട്ട് യാത്ര തന്നെയായിരുന്നു. UAE, തായ്ലൻഡ്, മലേഷ്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ ഇതിനകം പോയിട്ടുണ്ട്. രക്ഷിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് യാത്രയ്ക്കുള്ള പിന്തുണയും സഹായവും നൽകുന്നത്. ആദ്യം എതിർപ്പ് അറിയിച്ചിരുന്നവരെല്ലാം ഇപ്പോൾ പിന്തുണയുമായി എത്തിത്തുടങ്ങി. യാത്ര വലിയൊരു അനുഭവവും പഠനവുമാണെന്നാണ് അൻഷദിന്റെ അഭിപ്രായം. തുടങ്ങുന്ന ടൈമിൽ അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം +2 പഠിക്കണം എന്നുള്ള രീതിക്ക് പഠിക്കാതെയാണല്ലോ പോകുന്നത്. പഠിക്കുകയാണെങ്കിൽ പോയിക്കോയി കുഴപ്പമില്ല, അതും കൂടി ഒപ്പണ്ടേ പോയിക്കോരണം. പക്ഷെ പഠിക്കാതെ പോയതുകൊണ്ട് മുത്താബിയായാലും ആരായാലും അത് ഫസ്റ്റ് പറയാം. കറങ്ങണയൊക്കെ നല്ലത്, പക്ഷെ പഠിക്കണം. പിന്നെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന അടുത്തത് എങ്ങോട്ടത് ചോദിച്ചിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. അലിയാക്കായാലും ഇപ്പോൾ ഷാഫിക്കായാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിനൊക്കെ ചോദിച്ചിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റൊക്കെ പോയിൽ ഒരുവിധം ഞാൻ പോലും വല്ലാതെ അറിയാത്ത ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, മെസ്സേജ് അയച്ചിട്ട് അങ്ങനത്തെ ഒരു സപ്പോർട്ടൊക്കെ വന്നു. ഭയങ്കര സന്തോഷം. അൻഷദ് നാടിന്റെ അഭിമാനമാണെന്ന് പഞ്ചായത്ത് അംഗം ഷാഫി പറഞ്ഞു. നിഷ്ക്രിയമായി സമയം ചെലവഴിക്കുന്ന യുവതലമുറയ്ക്ക് അൻഷദ് മാതൃകയാണെന്നും ഷാഫി പറഞ്ഞു. നമ്മൾ ചങ്ങേരിയുടെ ഒരു അഭിമാനമായിട്ട് കാണുന്നുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ അറിയുന്ന കുട്ടിയാണ്, കുടുംബമാണ്. അതിലുപരി എല്ലാ യാത്രകളുടെയും വിശേഷങ്ങളും ചോദിച്ചറിയാറുണ്ട്. വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. ഇനിയും തുടർന്നും എല്ലാ കാര്യങ്ങളും സപ്പോർട്ടുണ്ടാവുമെന്ന് അറിയിക്കും. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.